ഹായ്, ഞാൻ ഇർഷാദ്. എൻ്റെ ട്രാവലിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ ചെന്നൈ എയർപോർട്ടിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് വന്നു. ചെന്നൈ എയർപോർട്ടിൻ്റെ അകത്തെ ആ ഫ്ലൈറ്റ് ലാൻഡിങ് സമയത്തുള്ളതും ആ സ്ഥലത്തുള്ളതുമായിട്ടുള്ള കാഴ്ചകളാണിത്. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഇർഷു മീഡിയ എന്നുള്ളതാണ്. അപ്പം എന്താണെങ്കിലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. It is recommended to keep your seatbelt fastened at all times. In the event of a decrease in cabin pressure, oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secured before helping others. There are 10 emergency exits on this aircraft. 2 at the front, 2 in the middle, 2 at the rear, and 4 over the wings. The fluorescent strips along the floor will guide you to the closest exit. For a quick and safe evacuation, please leave your belongings behind and follow crew instructions. In the unlikely event of a water landing, take the life jacket from under your seat, slip it over your head, secure the strap around your waist. Inflate by pulling the red tab or tabs, and to inflate it further, blow into the inflation tube or tubes. Inflate the life jacket just before leaving the main exit doors. If evacuating through an overwing exit, inflate the life jacket after leaving. If the aircraft has slides or slide rocks, board the nearest. The life jacket without crew authorization is prohibited and punishable. In case of an emergency landing, slides or slide rafts may be deployed. Please read our safety instruction card on how to use the slides or slide rafts. A safety information card and a communication guide are available in print. Power banks and lithium batteries can overheat and catch fire. Keep them in your sight and not in overhead bins. Do not use or charge power banks during the flight. If any device emits heat, smoke, or an unusual odor, inform cabin crew immediately. You may use in-seat power outlets where available to ഫസ്റ്റ് ഞാൻ റോയുമായിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോസ് റോയുമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള ചെറിയ ചെറിയ വീഡിയോകൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ചെറിയ സീരിയൽ വർക്കുകളും സിനിമ വർക്കുകളും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ആകാശത്തേക്ക് പൊങ്ങുന്നതിനുള്ള ഒരു മാതൃകയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ലൈവ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ പാളിച്ചകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെന്നൈയുടെ നഗരത്തിൻ്റെ മേലിലൂടെ പറന്നു പോകുന്ന നമ്മളുടെ ഫ്ലൈറ്റിനെയാണ്. രാത്രിയുടെ കാഴ്ചകൾ ഹൈറ്റ് കൂടുന്തോറും കാഴ്ചയുടെ രസം കൂടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം വീഡിയോസ്. നല്ല ഇതാണ് കേട്ടോ, നല്ല കാഴ്ചകളാണ്. പിന്നീട് നമ്മൾ കുറച്ച് നേരം പകലിലെ സംഭവങ്ങൾ പിടിച്ചിട്ടുണ്ട്. പകൽ സമയത്തുള്ളത് ഞാൻ ഇരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ ലീഫ് ആ ഒരു ഭാഗമുള്ള പറക്കുന്ന ചിറകുള്ള സ്ഥലത്താണ് ഇരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു ഇത് കണ്ട ചിറകുണ്ട്. ആ ചിറകുള്ള ഭാഗത്താണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിലും കഴിവിൻ്റെ പരമാവധി വൃത്തിയായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വിചാരിക്കും ഫോട്ടോ ആയിട്ട് നിൽക്കുകയാണ്. ചെറിയ മൂവിങ് ഉണ്ട്. ഈ ചെറിയ മൂവിങ് നമുക്ക് വീഡിയോയ്ക്കകത്ത് ചെറിയ മൂവിങ് എന്ന് തോന്നും. ഇതിലും ചെറിയ മൂവിങ് അല്ല. അതിൻ്റെ നല്ല സ്പീഡിലും നല്ല കിലോമീറ്ററിലുമാണ് ആ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലാൻഡിങ്ങിനുള്ള സമയമായി എന്നുള്ള ഒരു റിപ്പോർട്ട് അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. കാര്യം അവർ ഫോണിൽ മറ്റേ അനൗൺസ് ചെയ്യും, ഇന്ന സമയമായിട്ടുണ്ടോ. ചെറിയ രീതിയിൽ നമ്മുടെ മൊബൈലിലേക്ക് താഴത്തെയുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് താഴേക്ക് താരുന്ന ഒരു ഫീലിംഗാണ് നമുക്കുള്ളത്. നമ്മൾ വെയിറ്റ് കംപ്ലീറ്റ് ലോസ് ആവും. ചെവി രണ്ടും പൊട്ടിയടയ്ക്കും. ചെവി അടഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള ആ ചെവി അടയുന്ന സമയത്ത് ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് വെച്ച് ചവച്ചാൽ മതി. ചവച്ച് കഴിഞ്ഞാലോ ആ ചവയ്ക്കുന്ന രീതിയിൽ അനക്കിയാലോ ആ ചെവിയുടെ ആ ഒരു സംഭവം മാറി കിട്ടും കേട്ടോ. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ട് ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്ക്
നല്ല രീതിയിൽ ഇച്ചിരി കൂടെ ക്ലിയറായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണം എന്ന് എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു. ആൻഡമാനിൽ ഓരോരോ ദ്വീപുകളാണ്, ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകളാണ് കേട്ടോ ഈ കാണുന്നത്. അത് മേളിൽ നോക്കുമ്പം അത് ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു 3-4 ദ്വീപുകളിൽ നമ്മൾ പോയി, 4 ദ്വീപുകളിൽ പോയി. അതിനുള്ള സമയം മാത്രമേ കിട്ടിയുള്ളൂ. ഏകദേശം ആൾക്കാർ പോകുന്ന അത്രയും ദ്വീപുകളിലേ പോകാറുള്ളൂ ടൂറിസ്റ്റ് വരുന്നതേ, അല്ലാതെ മൊത്തത്തിൽ കറങ്ങി ഇത് ചെയ്യാറില്ല. അങ്ങനെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുന്നത് കരിക്ക് നല്ല സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ, അവിടുത്തെ കരിക്ക് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ലാൻഡിങ്ങിൻ്റെ സമയമായി. പുറത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ട. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറേ ദ്വീപുകൾ. നമ്മളിതാണ് മേളിൽ നിന്ന് കണ്ട കാഴ്ച. മേളിൽ നിൽക്കുമ്പോൾ വീടുകൾ കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ താഴേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ആൻഡമാനിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. കാഴ്ചകളുടെ ഇടയ്ക്കുള്ള സംസാരം ഓവറായി തോന്നുകയെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയിപ്പം ലാൻഡിങ്ങിൻ്റെ ആ ഒരു സ്പേസിലേക്ക് വരുവാണ്. എയർപോർട്ടിൻ്റെ ആ ഒരു ലാൻഡിങ്ങിൻ്റെ സ്പേസിലേക്ക് വരുന്നുണ്ട്. കേരളം പോലുള്ളൊരു സ്ഥലമാണ് കേട്ടോ, കേരളത്തിൻ്റെ പക്ഷേ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലവുമാണ്. അങ്ങനെ ഫ്ലൈറ്റ് താണ്ട് ലാൻഡിങ് നമ്മുടെ അവിടുത്തെ മണ്ണിലേക്ക് മുട്ടി. ഇനി കുറച്ച് ദിവസം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണാം. സവർക്കർ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. അങ്ങനെ നമ്മൾ സവർക്കർ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ മുമ്പിൽ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ആ പ്രതിമ സവർക്കറുടെ പ്രതിമയാണ്. ആ പ്രതിമയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാം. അത് ഏകദേശം അടിപൊളിയായിട്ട് തന്നെയാണ് എയർപോർട്ടിൻ്റെ പരിസരവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇന്ത്യക്കകത്തുള്ള ഒരു നാട്, ഇങ്ങനെയുള്ളൊരു നാടുണ്ട് എന്നുള്ളതും അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് മാർഗം വരാൻ എക്സ്പീരിയൻസ് ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ഷിപ്പിലൂടെ വരാം. അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കാര്യം നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല സ്ഥലം. പിന്നെ ഫുഡിനൊക്കെ ഭയങ്കര പൈസയാണ്. എന്താണെങ്കിലും ഫ്ലൈറ്റ് ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ ഭാഗമായി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് അക്കോർഡിംഗ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ 10 മിനിറ്റ്സ് ആകും ഹോട്ടലിൽ. ചെക്ക് ഇൻ கொஞ்சம் ടൈം ആവും. ഞാൻ ഇവിടെ ചെക്ക് ഔട്ട് ടൈം ചെക്ക് ഇൻ ടൈം 9 o'clock 9:30. അത് റീസണബിൾ. നീ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറ്. ചെക്ക് ഔട്ടിൽ കിട്ടും. ആ ബ്ലോ ആ പേപ്പർ കിട്ടുന്നുണ്ട്. ഇവിടെ வந்து மொபைல் ஏர்டெல் பிஎஸ்என்எல் ஜியோ प्रोग्राम సెల్యులర్ జర లైట్ అండ్ సౌండ్స్ బీచ్ పేరు కార్బిస్కో బీచ్లో స్విమ్మింగ్ పర్మిషన్ ഇവിടെ ಒಂದು ಪರ್ಮಿಷನ್ ಇದ್ದಾರೆ. ಅವಳ சின்ன ஆக்டிவிட்டீஸ் உண்டு. ஜாட்ஸ்கி, பேராசைலிங், சீ கார்ட் ஆக்டிவிட்டி. ஏதெങ്കിലും നിങ്ങൾ ആക്ടിവിറ്റി பண்ணிட்டாൽ ஸோ அவாய்ட் பண்ணிட்டு எக்ஸ்ட்ரா ப்ரோசன் கேரி பண்ணும். അവിടെ ചേഞ്ചിങ് റൂം ഉണ്ട്. നിങ്ങൾ പ്രോഗ്രാം ஸ்டார்ட் ஆகும் ஆஃப்டர் லஞ்சுக்கு அப்புறம் 1 o'clock ஃபஸ்ட்டு பீச்சுக்கு வந்துட்டு போவோம். അവിടെ ஒரு 2 hours உங்களுக்கு டைம் உண்டு. வண்டி അവിടെ நிற்க. അങ്ങനെ ஒரு 3 o'clock உங்களை பிக்கப் பண்ணி செல்வஜர் விசிட் பண்ணுவோம். അവിടെ பார்க்கிங்கில் எந்த கோஆர்டினேட்டர் உண்டு, ராமகிருஷ்ணா வைக்கல் வசிக். அவர் അവിടെ ടിക്കറ്റ് കിട്ടും. உங்களுக்கு செல்வஜர் என்ட்ரி டிக்கெட் அதை வாங்கிட்டு
2 minutes walkable സെല്ലിൽ. അവിടെ പോയി എൻട്രി ആകുമ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലെ ഗാലറി ഉണ്ട്. അവിടെ പാകുന്നു. പിന്നെ സെല്ലിൽ 5 o'clock പിന്നെ അവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതിമ. എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന പ്രതിമയാണിത്. വർഷങ്ങൾ പഴക്കമുള്ള നല്ല ശില്പി ചെയ്ത ജീവൻ തുടിക്കുന്ന നല്ലൊരു പ്രതിമ. അതിൻ്റെ പരിസര ഭാഗങ്ങളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എയർപോർട്ട് നിൽക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. കണ്ട ആ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ എത്ര ദിവസം എങ്ങനെയൊക്കെ എന്തൊക്കെ ഷെഡ്യൂള് കാര്യങ്ങൾ സംഭവങ്ങളെക്കുറിച്ചാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സൈഡ് കാഴ്ചകളാണ്. എയർപോർട്ടാണ് അത് കേട്ടോ. അവിടെയുണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറാനും ഉള്ള ഫണ്ട് കൊടുക്കണം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമുക്ക് ഹോട്ടലിലേക്കാണ് പോയത്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ബൈ ബൈ എയർപോർട്ട്, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കാണാം. അങ്ങനെ അവിടുന്ന് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇത്. അതിമനോഹരമായ കാഴ്ചകളും സംഭവിക്കുകയാണ്. പോകുന്ന വണ്ടിക്കകത്തിരുന്ന് എടുത്ത വീഡിയോ. നമ്മുടെ നാട് പോലെ തന്നെ കേരളത്തിൻ്റെ പച്ചപ്പുകളും കാര്യങ്ങളും ബിൽഡിങ്ങുകളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അണ്ണൻ പാട്ട് കൂട്ടിയിടുന്നുണ്ട്. പുള്ളിക്കാരന് ഹിന്ദിയാണ് അറിയാവുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു. അന്നത്തെ ഫുഡ് കാര്യം ഹോട്ടലിൽ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള എന്താണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്ന് ഇതിൻ്റെ പാർട്ട് 3 വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ബായ്.